അസാധാരണ സംഭവങ്ങൾക്കാണ് നിയമസഭ സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രതിഷേധം പലതും അസാധാരണമായിരുന്നു. ഇന്നിപ്പോൾ സഭയിലേക്ക് ആദ്യമായി പ്രതിപക്ഷാംഗങ്ങൾ പ്രകടനമായി സഭയിലേക്ക് വരുന്നത്, സാധാരണ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴാണ് പ്രകടനമൊക്കെ കണ്ടിട്ടുള്ളത്. ഇന്ന് സഭയിലേക്ക് വരുന്നത് തന്നെ പ്രകടനമായിട്ടാണ്. എന്താണ് അകത്ത് നടക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചന പുറമേന്ന് തന്നെ കിട്ടുകയാണ്. 9 മണി വാർത്ത തുടങ്ങുകയാണ്. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. സ്വർണ്ണക്കൊളയിൽ പ്രതിപക്ഷത്തിന്റെ അസാധാരണ പ്രതിഷേധം. നിയമസഭയിലേക്ക് പ്രകടനമായി എത്തിയ പ്രതിപക്ഷാംഗങ്ങൾ. ചരിത്രത്തിലില്ലാത്ത വിധം പ്രതിപക്ഷത്തെ അധിക്ഷേപിച്ചെന്ന് വി ഡി സതീശൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. 2ാം കേസിലും സ്വാഭാവിക ജാമ്യത്തിലേക്ക് സാധ്യത. നരവനെയുടെ കുറിപ്പും ഇന്ത്യ-US വ്യാപാര കരാറും ഇന്നും പാർലമെന്റിൽ. പ്രക്ഷുബ്ധ രംഗങ്ങൾക്ക് സാധ്യത. പ്രധാനമന്ത്രി രാജ്യസഭയിൽ സംസാരിച്ചേക്കും. രവനീത് ബിട്ടുവിനെതിരായ രാഹുലിന്റെ പരാമർശം രാഷ്ട്രീയായുധമാക്കാൻ BJP. മരിച്ചിട്ടും CJ റോയിയെ ചിലർ വേട്ടയാടുന്നെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ്. തങ്ങളുടെ കയ്യിൽ കള്ളപ്പണമില്ലെന്നും EDയോ CBIയോ പിന്നാലെയില്ലെന്നും MD TA ജോസഫ്. മരണം അന്വേഷിക്കുന്ന കർണാടക പോലീസ് കേരളത്തിലേക്ക്. വാഷിംഗ്ടൺ പോസ്റ്റിലെ 3-1 മാധ്യമപ്രവർത്തകരെ പിരിച്ചുവിട്ടു. കൂട്ടപ്പിരിച്ചുവിടലിന് കാരണമായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. പിരിച്ചുവിടപ്പെട്ടവരിൽ ഇഷാൻ തരൂരും ജെഫ് ബെസോസ് സ്ഥാപനം ഏറ്റെടുത്തതു മുതൽ പ്രതിസന്ധി എന്ന ആരോപണം. ഇന്ത്യ-US വ്യാപാര കരാറിൽ പ്രതികരണവുമായി റഷ്യ. എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയെന്ന് വിശ്വസിക്കുന്നില്ല. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രതികരണം. നിലപാട് ഇനിയും വ്യക്തമാക്കാതെ ഇന്ത്യ. ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം കാണാം. സർ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവരുടെ കയ്യിലുള്ള ബാനർ വാച്ച് ആൻഡ് വാർഡ് ബലമായി ഈ സഭയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പിടിച്ചു വലിച്ചപ്പോൾ അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഡയസിലേക്ക് കയറിയത്. സാർ, അങ്ങോട്ട് പറയുന്നു, ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഈ നിയമസഭയിൽ ഞങ്ങൾ സമരം നടത്തിയത്. സാർ, കേരളത്തിലെ സാർ, ഞാൻ അന്ന് തന്നെ എന്റെ അവകാശം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നു. ഒരു മന്ത്രി തടസ്സപ്പെടുത്തിയാൽ അങ്ങ് എനിക്ക് തന്നാണ് ഈ അവസരം. സാർ, ഈ നിയമസഭ സമ്മേളനം കൂടെ തീരുകയാണ്. സാർ, ഞങ്ങൾ ഈ സമരം സഭയ്ക്കകത്ത് ഞങ്ങൾ ആരംഭിച്ച സമരം ഞങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. സാർ, അതിശക്തമായി ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. സാർ, ഇവരെ ഈ അന്വേഷണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ CPM-ന്റെ പ്രധാനപ്പെട്ട ആളുകൾ, നേതാക്കൾ ക്യൂവിലാണ്, അവർ ജയിലിൽ പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യുക. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പരാമർശിച്ചു, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പരാമർശിച്ചു. പ്ലീസ്. ഇവിടെ ബാനർ പിടിച്ചു കയറാനാണ് ഇങ്ങോട്ട് ഡയസ് കയറിയത്. യഥാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ബാരിക്കേഡ് മറിച്ചു കയറുന്നത് പോലെയാണ് നിങ്ങളുടെ പല MLA-മാരും ശ്രമിച്ചത്. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അതോടൊപ്പം തന്നെ ചെയറിനെ തെരുവിലിട്ട് അലക്കുന്ന രീതിയും ശരിയല്ല. ചെയറിന് തെരുവിൽ വന്ന് പറയാൻ സാധിക്കുന്നതല്ല. തെരുവിനെ സ്ട്രീറ്റിലിട്ട് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം അലക്കുന്ന രീതിയും ശരിയല്ല. ചെയർ ഈ സീറ്റിലേക്ക് വന്നത് എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ടതല്ല. ചെയർ എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ട് സഭയിൽ വന്ന ആളല്ല. വളരെ കൃത്യമായി ദീർഘകാലത്തെ അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം പരസ്യമായി ചെയറിനെ തെരുവിലിട്ട് അലക്കുന്ന രീതി ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്ന് ഉത്തരവാദപ്പെട്ട നേതൃത്വമാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ഉത്തരവാദപ്പെട്ട MLA-മാർ ഒരു പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചു കയറുന്നത് പോലെയാണ് ഇവിടെ കയറിയിട്ടുള്ളത്. ഒരു തരത്തിലും പ്രകോപനം വാച്ച് ആൻഡ് വാർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതേസമയം വാച്ച് ആൻഡ് വാർഡിനെ ബാനർ കെട്ടിയ വടി കൊണ്ട് അടിക്കാൻ നിങ്ങളുടെ സാമാജികന്മാർ തയ്യാറായി. ഈ ഇലക്ഷന്റെ ഫോർ ഫ്രണ്ടിൽ എന്നെ കൊണ്ട് പറയിക്കേണ്ട പേര് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ചില MLA-മാർ തയ്യാറായി എന്നുള്ളത് ശരിയാണ്. അത്തരം രീതി ശരിയല്ല എന്ന് ഒരിക്കൽ കൂടി വളരെ പൊളൈറ്റായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, പാർലമെന്ററി. സാർ, സത്യം മുഖത്ത് വന്ന് അടിക്കുമ്പോ അതിനു നേരെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത്, പ്രതിപക്ഷവും കണ്ണടച്ചാൽ
അവർക്ക് മാത്രമാണ് ഇരുട്ടാവുക, ഈ ലോകത്തിനാകെ ഇരുട്ടാവില്ല എന്നതാണ്. സർ, എങ്ങനെയാണ് വസ്തുതകളുടെ മുമ്പിൽ പ്രതിപക്ഷ നേതാവ് കണ്ണടയ്ക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന. ഇന്ന് അദ്ദേഹത്തിന് ആ പ്രസ്താവന നടത്താനുള്ള ചങ്കൂറ്റം ഉണ്ടാവണമെങ്കിൽ എത്രമാത്രം അവാസ്തവം പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. സർ, ഇന്നലെയാണ് ഹൈക്കോടതിയുടെ വിധി വന്നത്. ശ്രീനിവാസൻ അടുത്ത കാലത്താണല്ലോ മരിച്ചുപോയത്. മലയാളികളെ ഏറെ ചിരിപ്പിച്ച നടനും സംവിധായകനുമാണ് ശ്രീനിവാസൻ. സർ, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ സിനിമ വടക്കുനോക്കി യന്ത്രം എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട്. അപകടം പറ്റിയിട്ട് ആള് കിടക്കുമ്പോ അവിടെ പോയിട്ട് ഉചിതമല്ലാത്ത അഭിപ്രായ പ്രകടനം നടത്തിയ ആളെ മാമുക്കോയ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി മുഖമടച്ചൊന്ന് കൊടുത്ത് പറയുന്നുണ്ട്, ഇമാതിരി സമയത്തല്ല ഇതുപോലുള്ള വർത്താനം പറയേണ്ടത് എന്ന്. ഇന്നലെ പ്രതിപക്ഷ നേതാവിനോടും BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്, യഥാർത്ഥത്തിൽ ചെയ്തത് അതാണ്. ഒരു അന്വേഷണം കുറ്റമറ്റ നിലയിൽ ഇവിടെ നടക്കുകയാണ്. ഹൈക്കോടതി പറഞ്ഞു, SITയിൽ പൂർണ്ണ തൃപ്തി. നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല. ആരോടാണ് പറയുന്നത്? ഈ പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടാളിയായ ഉറ്റമിത്രമായ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയ വിശ്വ ഹിന്ദു പരിഷത്തിനോടുമെല്ലാമാണ്. അവരൊക്കെയാണ് പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടാളികൾ. BJP, വിശ്വ ഹിന്ദു പരിഷത്ത്, അവരോടാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്, ദേവസ്വം ബെഞ്ച് പറഞ്ഞത്, നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല എന്ന്. സ്വാഭാവിക ജാമ്യം ലഭിച്ചതുകൊണ്ട് ഒരു പ്രതിയും രക്ഷപ്പെടില്ല. ആരാ പറയുന്നത്? ദേവസ്വം ബെഞ്ചാണ്. ഈ കേസിന്റെ മുഴുവൻ മോണിറ്ററിംഗ് നടത്തുന്ന, അന്വേഷണം മുഴുവൻ മോണിറ്റർ ചെയ്യുന്ന ദേവസ്വം ബെഞ്ച്. ആ ദേവസ്വം ബെഞ്ചിനും മുകളിലാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ് അദ്ദേഹം ധരിക്കുന്നത്. അതാണ് അദ്ദേഹം ധരിക്കുന്നത്. സർ, കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ധൃതി പിടിച്ച് കുറ്റപത്രം സമർപ്പിച്ചാൽ വിചാരണയിൽ തന്നെ പ്രതികൾ രക്ഷപ്പെട്ടു പോകും. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ഇതൊരു കുത്തുകേസല്ല, ഇതൊരു സാധാരണ കേസല്ല. ധൃതി പിടിച്ച് അവധാനതയില്ലാതെ കുറ്റപത്രം സമർപ്പിച്ചാൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകും. അതാണ് സാർ പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യം. യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകണമെന്നതാണ് അവരുടെ ആവശ്യം. കാരണം ഇന്നലെ സാർ അദ്ദേഹം കുറെ കാര്യങ്ങളിലൂടെ പറഞ്ഞു, രേഖയിൽ കിടക്കുകയാണ്. അത് മുഴുവൻ ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. ഇന്ന് ഈ നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ്. സാർ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഞങ്ങൾ തുടക്കം മുതൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യഥാർത്ഥ പ്രതികളിലേക്ക് എത്തരുത് എന്നതാണ്. യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കില്ല. പോറ്റി ചെന്നിടങ്ങളിലേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും. പോറ്റി ആരെല്ലാം പോയി കണ്ടിട്ടുണ്ടോ അവിടേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും. ഭയമാണ്, ഉൾക്കിടിലമാണ് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഈ കോപ്രായം മുഴുവൻ ഇവിടെ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ് സാർ, ഏത് കാലത്താണ് പോറ്റി കയറിയത് എന്ന് ഇന്നലെ പുറത്തു വന്നില്ലേ? പോറ്റി കയറിയത് മരിച്ചുപോയ പരേതനായ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് പ്രസിഡന്റായിരുന്ന കാലത്തല്ലേ? അതേത്തറയിൽ മെമ്പറായിരുന്ന കാലത്തല്ലേ? ഇനി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് പാടാൻ? പോറ്റിയെ കേറ്റിയ ആളുകൾ പരലോകത്തും ഇഹലോകത്തുമായിട്ടുള്ളവരെല്ലാം കോൺഗ്രസുകാരാണ് എന്ന് ഇന്ന് വസ്തുതകൾ സഹിതം പുറത്തു വന്നില്ലേ? ഇത് പറയേണ്ടി വന്നത് വിഷമമുണ്ട്. പരലോകത്തും ഇഹലോകത്തുമുള്ളവർ, പോറ്റിയെ കേറ്റിയവർ കോൺഗ്രസുകാരാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ നാടകം കളിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. ഈ നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ്, ഈ ഒന്നാം പാദത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന്. ഈ പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിവെച്ചിരിക്കുകയാണ്. അക്ഷരം പ്രതി ശരിവെച്ചിരിക്കുന്നതാണ് ഈ സംഭവവികാസങ്ങളെല്ലാം. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ സാർ, പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷത്തിന് ഒരിക്കൽ പോലും ഒരു അവിശ്വാസ പ്രമേയം ഈ സർക്കാരിനെതിരായി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നോർക്കണം. അപ്പൊ പ്രതിപക്ഷത്തിന് പോലും അവിശ്വസിക്കാൻ കഴിയാത്തൊരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. നിയമസഭയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ സാർ ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷം ഉണ്ടായിട്ടുണ്ടോ? ഒരു മന്ത്രിക്കെതിരെ ഇതാ നിയമസഭ അതിന്റെ അവസാന സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ പോലും ഇന്നേ വരെ ഒരു മന്ത്രിക്കെതിരെയും എഴുതി കൊടുത്തൊരു ആരോപണം പോലും ഉന്നയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ പ്രതിപക്ഷം, നിരാശരായ പ്രതിപക്ഷം, നിരായുധരായ പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിന്റെ നാടകമാണ് കാണുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒറ്റ കാര്യം കൂടി സാർ അവസാനിപ്പിക്കുന്നു. അല്പം കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷം സഭ വിട്ടോടുന്നത് നമുക്ക് കാണാം. പ്രതിപക്ഷ നേതാവ് സാഹിത്യം വായിക്കുന്ന ആളാണല്ലോ.
VK പ്രസിദ്ധമായ കഥയുണ്ട്, ഫുട്ബോൾ. VK നാട്ടിലെ ടീമിനെ വെല്ലുവിളിച്ച് പാലപ്പുറം ടോർപിഡോസ് കളിക്കാൻ വരികയാണ്. വലിയ വീരവാദങ്ങളുമായിട്ടാണ് വരുന്നത്. സാർ, അവസാനം സ്വന്തം പോസ്റ്റിൽ ഗോളുകൾ വന്ന് നിറഞ്ഞപ്പോ ആ പാലപ്പുറം ടോർപിഡോസിന്റെ ക്യാപ്റ്റനും മാനേജരും VK പറയുന്നു, ഭാരതപ്പുഴയും കടന്ന് റെയിൽവേ ട്രാക്കും കടന്ന് പാടവും കടന്ന് ഓടി എന്നാണ് പറയുന്നത്. അതുപോലെ ഈ കേരളത്തെ ടോർപിഡോ ചെയ്യുന്ന ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ ഒരു മാനേജർ ഉണ്ടല്ലോ, വാടകയ്ക്കെടുത്ത ഗീബൽസ്, ഈ നുണകൾ മുഴുവൻ പ്രചരിപ്പിക്കാൻ എഴുതി കൊടുക്കുന്ന ആ മാനേജറും കൂടി ഓടുന്ന ദൃശ്യം നമുക്ക് അല്പം കഴിഞ്ഞാൽ കാണാം സാർ. അല്പം കഴിഞ്ഞാൽ സഭ വിട്ടോടിപ്പോകുന്ന ദൃശ്യം കാണാം. ഓർഡർ പ്ലീസ് 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 പ്ലീസ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷങ്ങൾ ചെയറിലിരിക്കണം. ഇവിടെ ചില പ്രതിപക്ഷ അംഗങ്ങൾ ചെയറിന്റെ സമീപത്ത് വന്ന് പറഞ്ഞത് ചെയർ കള്ളം പറയുന്നു എന്നുള്ളതാണ്. തന്റെ വാദം ജയിക്കാൻ വേണ്ടി, ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി കള്ളം പറഞ്ഞ് രാഷ്ട്രീയപ്പെടുത്തം നടത്തിയ ആളല്ല ചെയർ. അതുകൊണ്ട് ഇത്തരം വാദമുഖങ്ങൾ നേരത്തെ ശരിയല്ല. എന്റെ വായിൽ കൈയിട്ട് ആളെ പേര് പറയിക്കണ്ട. ഏതായാലും രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ ജെന്റിൽനെസ് എല്ലാ കാലത്തും കാണിച്ച ഒരാളാണ് ചെയർ എന്നുള്ളത് കൊണ്ട് ആ ഭാഗം ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ പ്ലീസ് ഒന്ന് ചെയറിൽ പോയിരിക്കണം. സുഖകരമായ നടത്തിപ്പിന് ചെയറുമായി സഹകരിക്കണം. നിങ്ങൾ ഉന്നയിക്കുന്ന വാദമുഖങ്ങൾ ചെയർ പറഞ്ഞു നമുക്ക് സഭയിൽ ചർച്ച ചെയ്യാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറുമാണ്. നിങ്ങൾ ആ ഭാഗം അംഗീകരിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഉന്നയിക്കുന്ന ഭാഗം ചെയർ ഗവൺമെന്റുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല. 18 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത സഭയാണിത്. 18 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത ഈ 15ാമത് കേരള നിയമസഭക്ക് ഈ ശബരിമലയിലെ വിഷയവും ചർച്ച ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല. നിർഭാഗ്യവശാൽ അത്തരമൊരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ജനാധിപത്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണപക്ഷം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നത്. സാധാരണ ചർച്ചക്കെടുക്കാതെ തള്ളുക ചെയ്യുക. പക്ഷെ വളരെ സത്യസന്ധമായി ഗവൺമെന്റ് അറിയിച്ചു ചെയറിന് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. സ്വർണ്ണക്കൊള്ളയാണ് വിഷയമെങ്കിൽ നിങ്ങൾ നോട്ടീസ് നൽകിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പല ഘട്ടത്തിലും സഭയെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാവാത്തെന്ന കാര്യം വളരെ നിർഭാഗ്യകരമാണ്. ഓർഡർ ഓർഡർ. ഇവിടെ ചെയറിന് അറിയിച്ച കാര്യം പറഞ്ഞതാണ്. ടു ദ ഗവൺമെന്റ് ടു ദ ചെയർ ടു ദ ഒപ്പോസിഷൻ. ആ നിലയിൽ ഗവൺമെന്റ് ചെയറിനെ അറിയിച്ചു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. പിന്നെന്ത് ചെയ്യാൻ പറ്റൂ? ഏതായാലും ജനാധിപത്യത്തിൽ ഇങ്ങനെ സഭ റക്കസാക്കുന്ന രീതി ശരിയല്ല. ഡിസ്റപ്ഷൻ ഒരു ഓപ്ഷനേ അല്ല. ഡിബേറ്റും ഡിസ്കഷനുമാണ് ഹെൽത്തി ഡെമോക്രസിക്ക് ഏറ്റവും നല്ലത്. ഞാൻ ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയുന്നു. ഡിസ്റപ്ഷൻ അല്ല ജനാധിപത്യത്തിന്റെ ഭൂഷണം. പകരം ഡിബേറ്റും ഡിസ്കഷനുമാണ്. ഡിബേറ്റും ഡിസ്കഷനും ഏറ്റവും കൂടുതൽ നടന്ന സഭയാണ് 15ാമത് കേരള നിയമസഭ. വളരെ പ്രൗഡുണ്ട് ചെയറിന്. വളരെ പ്രൗഡോടെ പറയാൻ സാധിക്കും. ഇത്രയധികം അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്തപ്പം അതിന് ചെയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പൊളിറ്റിക്കൽ കരിയറിൽ തന്നെ ഒരു അഭിമാനമായി കാണുന്ന ഒരു ചെയറാണ് ഞാൻ. യെസ്, ഓർഡർ ഓർഡർ. നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും പ്രതിപക്ഷങ്ങൾ ചോദ്യോത്തര വേളയുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ ചോദ്യോത്തര വേളയുടെ ശേഷിക്കുന്ന ഭാഗം റദ്ദ് ചെയ്യുന്നു. തുടർ നടപടികളിൽ കടക്കാൻ ചെയർ നിർബന്ധിതമാകുകയാണ്. ഓർഡർ ഓർഡർ. ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കലും ഒപ്പം സബ്മിഷന്റെ മറുപടികൾ സഭയുടെ മേശപ്പുറത്ത് വെച്ചതായി പരിഗണിക്കുന്നതാണ്. മേശപ്പുറത്ത് വെക്കുന്ന കടലാസുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. പ്രതിഷേധം ഇന്നും തുടരുകയാണ്. രൂക്ഷമായ ഭാഷയിൽ തന്നെ സ്പീക്കർ എൻ ഷംസീർ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളോട്, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം നടത്തിയ ആരോപണങ്ങളോട് എൻ ഷംസീർ പ്രതികരിച്ചു. ചെയർ ഓട് പൊളിച്ച് വന്നതല്ല, അകത്ത് എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ടതല്ല, മറിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ആ പാരമ്പര്യത്തോടെ തന്നെ വന്നതാണ്. സ്പീക്കറെ തെരുവിലേക്ക് വലിച്ചിഴക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞത്. അതേസമയം അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ശ്രമിക്കുന്നത്. ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്തത് എന്ന രൂക്ഷമായ വിമർശനമാണ് പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് നടത്തിയത്. യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയാൽ കാര്യങ്ങൾ പോറ്റിയിൽ നിൽക്കില്ല. പോറ്റി ചെന്നിടങ്ങളിലേക്കെല്ലാം അന്വേഷണം നടത്തും. പോറ്റിയെ കയറ്റിയെ എന്ന പാട്ട് ഇനി എങ്ങനെ പാടും എന്നും ചോദിച്ചു. യഥാർത്ഥത്തിൽ പോറ്റിയെ കയറ്റിയത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്താണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അന്വേഷണം പോയാൽ അത് UDF-ലേക്ക് തന്നെയാണ് എത്തുക എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ സഭയിൽ നടക്കുന്ന ബഹളങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്ന വിമർശനമാണ് MP രാജേഷ് ഉന്നയിച്ചത്.
പോറ്റിയെ കയറ്റിയവർ ഇഹലോകത്തും പരലോകത്തുമുള്ള കോൺഗ്രസുകാരാണ് എന്നതായിരുന്നു MP രാജേഷിന്റെ വാദം. നിസ്സാര കാര്യങ്ങൾക്ക് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ലതല്ല. പ്രതിപക്ഷ നേതാവിനോടും കൂട്ടാളിയായ BJP പ്രസിഡന്റിനോടുമാണ് ഇന്നലെ ഹൈക്കോടതി ഇത്തരം പരാമർശങ്ങൾ നടത്തിയത്. സ്വാഭാവിക ജാമ്യം ലഭിച്ചതുകൊണ്ട് ഒരു പ്രതിയും രക്ഷപ്പെടില്ല എന്ന് ഇന്നലെ പറഞ്ഞത് ദേവസ്വം ബെഞ്ചാണ്. അതിനും മുകളിലാണ് താനെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്നതായിരുന്നു MP രാജേഷിന്റെ ആരോപണം. ധൃതി പിടിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയില്ലെന്ന് ഇന്നലെ കോടതികൾ പറഞ്ഞു. യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടണം, അങ്ങനെ വേഗത്തിൽ കുറ്റപത്രമൊക്കെ സമർപ്പിച്ച് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ താല്പര്യം എന്നതായിരുന്നു MP രാജേഷിന്റെ വാദം. ഇപ്പോൾ VV അരുൺ സഭയിൽ നിന്ന് അരുൺ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിന് വളരെ സമാനമായ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു ഇന്നും ഇപ്പോൾ നിയമസഭയിൽ കണ്ടത്. ചോദ്യോത്തരവേള റദ്ദാക്കി, നടപടിക്രമങ്ങൾ വെട്ടിച്ചുരുക്കി സഭ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. ഇന്ന് പക്ഷേ വളരെ രൂക്ഷമായ സ്പീക്കറുടെ പരാമർശങ്ങൾ, ഒപ്പം MP രാജേഷിന്റെ പരാമർശങ്ങൾക്കൊക്കെ സഭ സാക്ഷ്യം വഹിച്ചു. എന്താണിപ്പോൾ ഭരണപക്ഷം പറയുന്നത്? സഭയ്ക്ക് പുറത്തു തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടങ്ങിയിരുന്നു. MLA മാർ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മാർച്ചായാണ് സഭയ്ക്കുള്ളിലേക്ക് വന്നത്. അതിനുശേഷം സഭയ്ക്കുള്ളിലെത്തിയപ്പോഴും കഴിഞ്ഞ 3 ദിവസങ്ങൾ സ്വീകരിച്ച സമാനമായ നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചു. ഒരു കാരണവശാലും സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ല. സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കപ്പെടുകയാണ്. പ്രതികൾ ഓരോരുത്തരായി സ്വാഭാവിക ജാമ്യം നേടി പുറത്തു വരുന്നു. ഇത് അനുവദിക്കാനാകില്ല, സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധം തുടങ്ങി. അതിരൂക്ഷമായ വിമർശനവുമായി സ്പീക്കർ ഇടപെട്ടു. സ്പീക്കറെ തെരുവിൽ വലിച്ചിഴക്കുകയാണ്, ചെയറിനെ തെരുവിൽ വലിച്ചിഴച്ച് അപമാനിക്കുകയാണ്. ഒരു ചെയറിനോടും ആരും ചെയ്യാത്ത തരത്തിലുള്ള പരിഹാസമാണ് ഉണ്ടാകുന്നത്. ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാനാകുന്ന നിലപാടല്ല. തന്നെ ആരും എയർ ഡ്രോപ്പ് ചെയ്തതല്ല. ചെയറായി താൻ വന്നത് തിരഞ്ഞെടുക്കപ്പെട്ട വഴിയിലൂടെ തന്നെയാണ്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും തന്നെയാണ് അത്തരമൊരു ചുമതലയിലേക്ക് താൻ വന്നത്. ഇങ്ങനെ പരസ്യമായി തെരുവിൽ ഇറങ്ങുന്നത് ശരിയല്ല. പ്രതിപക്ഷ MLA മാർ വാച്ചാൻ വാർഡിനെ ബാറ് കെട്ടാൻ ഉപയോഗിക്കുന്ന വടി കൊണ്ട് അടിച്ചു. ആ പേരെനിക്കറിയാം, പക്ഷേ ആ പേര് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ നടപടിയെടുക്കേണ്ട കാര്യമാണ്. പക്ഷേ ആ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നടപടി കൂടി ഇപ്പോൾ സഭയിൽ നടക്കുന്നത്. ചട്ടം 300 അനുസരിച്ചുള്ള മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രസ്താവനയാണ്. ആ പ്രസ്താവന എന്ന് പറയുന്നത് ചട്ടം 300 അനുസരിച്ച് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന മന്ത്രി V ശിവൻകുട്ടി നടത്തുക. നമുക്കറിയാം, ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട സഭകളുമായി വലിയ തർക്കം സർക്കാർ നിലനിന്നിരുന്നു. അത് പരിഹരിക്കാൻ സർക്കാർ വലിയ ഇടപെടൽ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിക്രമം ഇപ്പോൾ സഭയിൽ പുരോഗമിക്കുകയാണ്. ശ്രീജ, അതിന്റെ നേരിട്ടുള്ള സംപ്രേഷണത്തിലേക്ക് നമുക്ക് കടക്കാനാകുമെന്ന് കരുതുന്നു. ശരി അരുൺ, ഈ വിഷയത്തിൽ എന്തായാലും പ്രതിപക്ഷവും നമുക്ക് സഭയിലെ ദൃശ്യങ്ങൾ കണ്ട ശേഷം മടങ്ങി. ഭിന്നശേഷി നിയമനങ്ങളെ സംബന്ധിച്ചാണ് 1995 പേഴ്സണൽ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് സെക്ഷൻ 33 പ്രകാരം കാഴ്ച പരിമിതർ, ശ്രവണ പരിമിതർ, ചലനശേഷി പരിമിതർ, സെറിബ്രൽ പാൾസി എന്നീ വിഭാഗത്തിലായി 3% ഭിന്നശേഷി സംവരണം പാലിച്ച് എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും നിയമനം നൽകേണ്ടതായിട്ടുണ്ട്. തുറന്ന് പുറപ്പെടുവിക്കപ്പെട്ട 2016 RPWD ആക്ട് 34 പ്രകാരം ഓരോ ഗ്രൂപ്പ് ഓഫ് തസ്തികളുടെയും കേഡർ സ്ട്രെങ്തനിന്റെ ആകെയുള്ള ഒഴിവുകളിൽ 4% കുറയാത്ത ഒഴിവുകളിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം നൽകി നിയമനം നടത്തേണ്ടതായിട്ടുണ്ട്. പ്രസ്തുത ആക്ടിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ ഭിന്നശേഷി വിഭാഗക്കാർക്ക് 96 ഫെബ്രുവരി മാസം 15 മുതൽ 3% സംവരണവും, തുടർന്ന് 2017 ഏപ്രിൽ 19 മുതൽ 4% സംവരണവും നൽകി PSC വഴി നിയമനം നടത്തിവരുന്നു. മുകളിൽ പറഞ്ഞ നിയമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷിക്കാർക്ക് എയ്ഡഡ് സ്കൂളിൽ നിയമനത്തിൽ സംവരണം നൽകുന്നതിനായി 2018 നവംബർ മാസം 18 സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മേൽ സർക്കാർ ഉത്തരവിലെ വ്യവസ്ഥകൾ കേസിലെ വിധിപ്രകാരം ശരിവച്ചതിനെ തുടർന്ന് അതിനെതിരെ ചില സ്കൂൾ മാനേജർമാർ ഫയൽ ചെയ്ത റിട്ട് അപ്പീൽ തള്ളിക്കൊണ്ട് സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്രസ്തുത വിധിക്കെതിരെ ഏതാനും മാനേജർമാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ SLP ഫയൽ ചെയ്തെങ്കിലും അത് നിലനിൽക്കില്ല എന്ന് ബോധ്യമായതിനാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പാലിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചുകൊണ്ട് SLP പിൻവലിക്കുവാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സമ്മതം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2021 5 SLP പിൻവലിച്ചു. 2021 ആഗസ്റ്റ് മാസം 10, 2023 ആഗസ്റ്റ് മാസം 13 എന്നീ തീയതികളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിന്റെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിലാണ്
സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരെ നിയമിക്കുന്ന സംബന്ധിച്ച് തീരുമാനമായിട്ടുള്ളത്. മറ്റ് ജനറൽ കാറ്റഗറിയിലെ ജീവനക്കാരുടെ നിയമന അംഗീകാരം സംബന്ധിച്ചും സർക്കാർ തുടർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ നിയമനങ്ങൾക്ക് ആക്ട് പ്രകാരമുള്ള മുൻഗണനാ ക്രമം ചുവടെ ചേർക്കുന്നു. ചാപ്റ്റർ 4 സെക്ഷൻ 34(1) പ്രകാരം എ കാഴ്ച പരിമിതർ, ബി കേൾവി പരിമിതർ, സി സെറിബ്രൽ പാൾസി ഉയരക്കുറവ് രോഗം, കുഷ്ഠരോഗം മാറിയവർ, ആസിഡ് ആക്രമണത്തിന്റെ ഇരകൾ, ജനിതക പേശി രോഗങ്ങളുള്ളവർ തുടങ്ങിയവർ അനുഭവിക്കുന്ന ചലന വൈകല്യം, ഓട്ടിസം, ബൗദ്ധിക വൈകല്യം, പഠന വൈകല്യം, സവിശേഷ പഠന വൈകല്യം, മാനസിക രോഗം, ഓരോ ഭിന്നശേഷിക്കുമായി മാറ്റിവെച്ചിരിക്കുന്ന തസ്തികകൾ വകുപ്പ് എ മുതൽ ഡി വരെയുള്ളവർക്ക് ബഹുവൈകല്യങ്ങൾ, ഇതിൽ കാഴ്ച പരിമിതരും കേൾവി പരിമിതരും ഉൾപ്പെടുകയാണ്. 2016 RPWD ആക്ട് ചാപ്റ്റർ 4 സെക്ഷൻ 34 2 പ്രകാരം ഭിന്നശേഷി വിഭാഗത്തിലെ മേൽപ്പറഞ്ഞ 5 കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും വിഭാഗത്തിന് നൽകേണ്ട തസ്തികയിൽ ആ വിഭാഗത്തിന്മേലുള്ള ആൾ ലഭ്യമല്ലെങ്കിൽ പ്രസ്തുത തസ്തിക ആ റിക്രൂട്ട്മെന്റ് വർഷം മുഴുവൻ ഒഴിച്ചിടുകയും അടുത്ത റിക്രൂട്ട്മെന്റ് വർഷം ഭിന്നശേഷിയിലെ മറ്റ് കാറ്റഗറിയിൽ പെട്ട ആളിനെ നിയമിക്കപ്പെടേണ്ടതും പ്രസ്തുത കാറ്റഗറിയിലും ആൾ ലഭ്യമല്ലാത്ത വരുമ്പോൾ മാത്രമേ ഓപ്പൺ ജനറൽ കാറ്റഗറിയിൽ നിന്നും ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ കഴിയുകയുള്ളൂ. സാർ, ഭിന്നശേഷി സംവരണം പാലിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ എയ്ഡഡ് സ്കൂളുകളിലെ ആകെ തസ്തികകളെ കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. 1 പ്രൈമറി, 2 സെക്കൻഡറി, 3 നോൺ ടീച്ചിങ്, 4 ഹയർ സെക്കൻഡറി സീനിയർ, 5 ഹയർ സെക്കൻഡറി ജൂനിയർ, 6 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സീനിയർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ജൂനിയർ. സാർ, സംസ്ഥാനത്തെ ഓരോ എയ്ഡഡ് സ്കൂളുകളിലും ഭിന്നശേഷി നിയമനം പൂർണ്ണമായും പാലിക്കപ്പെടുന്നതുവരെ 2018 നവംബർ മാസം 18-നും 2021 നവംബർ മാസം 8-നും ഇടയിലെ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് ശമ്പള സ്കെയിലിൽ പ്രൊവിഷണലായും 2021 നവംബർ 8-ന് ശേഷം ഉണ്ടായ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ടവർക്ക് ദിവസവേതന അടിസ്ഥാനത്തിലും നിയമനം നൽകുന്നതിനുമാണ് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചത്. ഭിന്നശേഷി നിയമനം പൂർണ്ണമായും പാലിക്കപ്പെടുന്ന മാനേജ്മെന്റുകളുടെ കീഴിലാണ് സ്കൂളുകളിൽ മേൽ പരാമർശിച്ച നിയമനങ്ങൾ ക്രമീകരിക്കുവാനും ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചു. അതായത് ഭിന്നശേഷി വിഭാഗം ഉദ്യോഗാർത്ഥികളെ ലഭ്യമാക്കി ബാക്ക്ലോഗ് പരിഹരിച്ച് മാനേജർ നിയമിക്കുകയും പ്രസ്തുത ഉദ്യോഗാർത്ഥികൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്ന മുറയ്ക്കോ 2016 RPWD ആക്ട് സെക്ഷൻ 34(2) പ്രകാരം നടപടികൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്കോ പ്രസ്തുത കാറ്റഗറിയിൽ പ്രൊവിഷണലായും ദിവസവേതനാടിസ്ഥാനത്തിൽ തുടരുന്ന ജനറൽ കാറ്റഗറിയിൽപ്പെട്ട നിയമനങ്ങൾക്ക് നിയമന തീയതി മുതൽ വിദ്യാഭ്യാസ ഓഫീസർ പരിശോധിച്ച് റെഗുലറൈസ് ചെയ്യാവുന്നതാണ്. ഇതിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 50ഓളം നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ ഭിന്നശേഷി നിയമനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായി നടപ്പിലാക്കുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ഒരു കൈപ്പുസ്തകം സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാർ, സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ നിയമനം സമയബന്ധമായി പൂർത്തീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒക്ടോബർ 30 ഇടക്കാല ഉത്തരവിലെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ജില്ലാതല സമിതികൾ രൂപീകരിച്ച് 2025 മാർച്ച് 24 സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. സാർ, ഇതിന്റെ ഭാഗമായി സെക്കൻഡറി തലം വരെയുള്ള ജില്ലാ സമിതികളുടെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സാർ, ജില്ലാ സമിതികൾ നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയും മാനേജർമാർ നേരിട്ടും 1500ഓളം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിയമനം നൽകിക്കഴിഞ്ഞു. ജില്ലാ സമിതികൾ മുഖേനയുള്ള ആദ്യഘട്ടത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട യോഗ്യരായ 431 ഉദ്യോഗാർത്ഥികൾക്ക് കൂടി 2026 ജനുവരി മാസം 24-ന് നിയമന ശുപാർശ നൽകി. അവശേഷിക്കുന്ന ഒഴിവുകൾ നികത്താനായി ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുന്നതാണ്. സാർ, ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ 2026 ജനുവരി മാസം 26-ൽ സർക്കുലർ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് NSS ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ കേസ് ഫയൽ ചെയ്തു. അത് തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്യുകയും അത് തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. പ്രസ്തുത കേസിൽ NSS മാനേജ്മെന്റുകൾ ആവശ്യപ്പെട്ട പ്രകാരം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്കൂളിൽ മാറ്റിവെച്ചിട്ടുള്ള തസ്തികകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജനറൽ കാറ്റഗറിയിലെ തസ്തികകളിലേക്ക് നിയമന അംഗീകാരം നൽകണമെന്ന NSSന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2025 മാർച്ച് മാസം 4-ന് വിധി പ്രഖ്യാപിച്ചു. ഈ സന്ദർഭത്തിൽ NSSന് നൽകിയ അനുമതി തങ്ങൾക്കും ബാധകമാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ മാനേജർമാരുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആവശ്യം ഉയർന്നു വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെയും നിയമവകുപ്പിന്റെയും നിയമോപദേശം ആരാഞ്ഞു. അവിടെ നിന്ന് കിട്ടിയ നിയമോപദേശത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി NSSന് മാത്രം ബാധകമാണെന്നും മറ്റുള്ളവർക്ക് അതിന്റെ ആനുകൂല്യം ലഭ്യമല്ല എന്നും പറഞ്ഞു. ഈ സന്ദർഭത്തിൽ NSS നൽകിയ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് തന്നെ മുകളിൽ പറഞ്ഞ സത്യവാങ്മൂലം സുപ്രീം കോടതി ഫയൽ ചെയ്തു. പ്രസ്തുത സത്യവാങ്മൂലത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ സമിതി രൂപീകരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ജനറൽ കാറ്റഗറിയിൽ നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് നിയമനാംഗീകാരത്തിന് അപ്രൂവൽ നൽകുന്നതിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നായർ സർവീസ് സൊസൈറ്റിക്ക് നൽകിയിട്ടുള്ള ഉത്തരവ്
ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അനുമതിക്ക് വിധേയമായി സമാന സ്ഥിതിയുള്ള മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുമെന്നതാണ് സർക്കാർ നയം. ഇത് സംബന്ധിച്ച് സർക്കാർ സുപ്രീം കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണ്. ഈ കേസ് 2026 ഫെബ്രുവരി മാസം 2 കോടതിയുടെ പരിഗണനയ്ക്ക് വന്നെങ്കിലും അത് 2026 ഏപ്രിൽ 14 മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതോടെ ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ ദിവസവേതന അടിസ്ഥാനത്തിൽ തുടരുന്ന എല്ലാ അധ്യാപകർക്കും അവരുടെ നിയമന തീയതി മുതൽ തന്നെ സ്ഥിര നിയമനം നൽകുവാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ കേസ് സർക്കാരിന് വേണ്ടി വാദിക്കുന്നതിനായി സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുന്ന മറ്റ് അധ്യാപകരുടെ ആശങ്കകളെ കുറിച്ചും സർക്കാരിന് വ്യക്തമായ ബോധ്യമുണ്ട്. ഓരോ എയ്ഡഡ് സ്കൂളുകളിലും ഭിന്നശേഷി നിയമനം പൂർണ്ണമായും പാലിക്കപ്പെടുന്നവരെ 2018 നവംബർ മാസം 18-നും 2021 നവംബർ മാസം 8-നും ഇടയിലെ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് ശമ്പള സ്കെയിലിൽ പ്രൊഫഷണലായും അതിനുശേഷം ഉണ്ടായ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ടവർക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത്. കോടതി വിധിക്ക് അനുസൃതമായി മാത്രമേ സർക്കാരിന് ഉത്തരവുകൾ ഇറക്കുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഈ ഉത്തരവിൽ പ്രൊഫഷണൽ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് പെൻ നമ്പർ, ലീവ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്, PF സ്ഥാനക്കയറ്റം തുടങ്ങിയ സാധ്യമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നതിനുള്ള നടപടി സർക്കാർ സ്വയമേ സ്വീകരിച്ചിട്ടുണ്ട്. സാർ, ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർ ജോലിയിൽ പ്രവേശിക്കുന്ന മുറയ്ക്ക് നിലവിൽ പ്രൊഫഷണലായും ദിവസവേതന അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവരുടെ നിയമന തീയതി മുതൽ തന്നെ ക്രമീകരണം നടത്തുന്നതിനും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റു വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരുടെ പ്രശ്നങ്ങളും വേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. സാർ, അതിനായി നിയമപരമായി ചെയ്യാവുന്ന എല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട്. NSS മാനേജ്മെന്റ് ലഭിച്ച വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് സമാന രീതിയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ബാധകമാക്കണമെന്ന സർക്കാരിന്റെ അപേക്ഷ ഉടനടി പരിഹരിക്കപ്പെടുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഓർഡർ. ചട്ടം 118 അനുസരിച്ചുള്ള ഗവൺമെന്റ് പ്രമേയം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിക്ക് അവതരിപ്പിക്കാം. സർ, ഭരണഘടനയുടെ 41-ാം അനുച്ഛേദ പ്രകാരം അവകാശാധിഷ്ഠിതമായി തൊഴിൽ നൽകുന്നതിനുള്ള വ്യവസ്ഥ പാലിക്കുന്നതിനും ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യത്തിന് പരിഹാരമുണ്ടാക്കുന്നതിനുമാണ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ അധികാരത്തിലെത്തിയ 1ാം UPA സർക്കാർ സുപ്രധാനമായ തൊഴിലുറപ്പ് നിയമം കൊണ്ടുവന്നു. നിശ്ചിത സമയത്തിനകം തൊഴിൽ നൽകിയില്ലെങ്കിലുള്ള തൊഴിലില്ലായ്മ വേതനം താമസിച്ചാലുള്ള നഷ്ടപരിഹാരം, തൊഴിൽ സ്ഥലത്ത് വെച്ചുണ്ടാകുന്ന അപകടങ്ങൾക്കുള്ള ചികിത്സാ സഹായം, ഓംബുഡ്സ്മാൻ ഉൾപ്പെടെയുള്ള പരാതി പരിഹാര സംവിധാനങ്ങൾ, സോഷ്യൽ ഓഡിറ്റ് തുടങ്ങി തൊഴിലാളികൾക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വിവിധ വ്യവസ്ഥകൾ തൊഴിലുറപ്പ് നിയമത്തിന്റെ സവിശേഷതയായിരുന്നു. സംസ്ഥാനത്ത് 40.45 ലക്ഷം കുടുംബങ്ങളാണ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇതിൽ 19.43 ലക്ഷം കുടുംബങ്ങളിലായി 22.66 ലക്ഷം തൊഴിലാളികൾ സജീവമാണ്. ഈ കുടുംബങ്ങൾക്ക് പരമാവധി തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിനും അവരുടെ ഉപജീവനം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികളാണ് നാം സ്വീകരിച്ചു വരുന്നത്. ഇത് വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2024-25 കണക്ക് പ്രകാരം ദേശീയ തലത്തിൽ 50.23 തൊഴിൽ ദിനങ്ങളാണ് ശരാശരി നൽകുന്നത്. കേരളത്തിൽ ഇത് 66.17 ആണ്. കേന്ദ്ര പദ്ധതി നടപ്പാക്കുന്നതോടൊപ്പം അതിലുപരിയായി കൂടുതൽ ആനുകൂല്യങ്ങൾ നമ്മുടെ സംസ്ഥാനം നൽകുന്നുമുണ്ട്. 100 ദിവസത്തിന് ഉപരിയായി തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലിൽ ഏർപ്പെടുന്ന പ്രത്യേകവർഗ കുടുംബങ്ങൾക്ക് അധികമായി 100 ദിവസം കൂടി തൊഴിൽ അനുവദിക്കുന്നതിന് ട്രൈബൽ പ്ലസ് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി. ഇതിനാവശ്യമായ തുക ബജറ്റിൽ നീക്കിവെച്ചു. 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുന്ന കുടുംബങ്ങൾക്ക് ഓണത്തോടനുബന്ധിച്ച് ഉത്സവ ഭത്തയായി 1000 രൂപ വീതം അനുവദിച്ചു. 2025-26 സാമ്പത്തിക വർഷം ഇത് 1200 രൂപയായി ഉയർത്തി. കൂടാതെ രാജ്യത്താദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചു. നഗരപ്രദേശത്തെ തൊഴിലാളികൾക്കായി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുകയും അവരെ കൂടി ക്ഷേമനിധിയുടെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്തു. തൊഴിലുറപ്പ് നിയമം നടപ്പാക്കുന്നതിന് കേന്ദ്രവിഹിതം നൽകുന്നതിൽ കുടിശ്ശിക വരുത്തുന്നതുൾപ്പെടെയുള്ള വിവിധ രൂപത്തിലുള്ള പ്രതിബന്ധങ്ങൾ കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചിരിക്കുകയാണ് നിലവിലുണ്ടായിരുന്ന നിയമം തന്നെ റദ്ദാക്കിയത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ VBG റാംജി എന്ന പുതിയ നിയമം സംസ്ഥാനങ്ങൾക്ക് കടുത്ത സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കും. നിലവിലുണ്ടായിരുന്ന നിയമത്തിന്റെ അന്തസത്ത ആയിരുന്ന അവകാശാധിഷ്ഠിത സമീപനം പുതിയ നിയമത്തോടെ ഇല്ലാതായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഒരു വിഹിതം നോർമറ്റീവ് അലോക്കേഷൻ നിശ്ചയിക്കുകയും അതിന്റെ 40% സംസ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്യണമെന്നതാണ് പുതിയ വ്യവസ്ഥ. ഈ വിഹിതത്തിനുപരിയായ തൊഴിൽ ദിനങ്ങളുടെ പൂർണ്ണ ബാധ്യത സംസ്ഥാനങ്ങളുടേതായിരിക്കും. ഇതിലൂടെ കേരളത്തിന് 3500 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. 100 ദിവസം എന്നത് 125 ദിവസമായി ഉയർത്തുന്നത് മൂലമുള്ള
അധിക സാമ്പത്തിക ബാധ്യതയും സംസ്ഥാനങ്ങൾക്കായിരിക്കും. ഗ്രാമപഞ്ചായത്തുകളെ A, B, C എന്നിങ്ങനെ തരംതിരിക്കണമെന്നും കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന ഗ്രാമീണ മേഖലകളിൽ മാത്രമാകും 125 ദിവസത്തെ തൊഴിലുറപ്പുണ്ടാവുക എന്നും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ വികസിതമാണ്. ആയതിനാൽ അത്തരം ഗ്രാമപഞ്ചായത്തുകൾ ഉയർന്ന കാറ്റഗറിയിൽ ഉൾപ്പെടാൻ ഇടയാവുകയും അതിലൂടെ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ചെയ്യും. പുതിയ നിയമപ്രകാരം തൊഴിലില്ലായ്മ വേതനം, കൃത്യസമയത്ത് കൂലി നൽകിയില്ലെങ്കിലുള്ള നഷ്ടപരിഹാരം എന്നിവ നൽകാനുള്ള ബാധ്യത സംസ്ഥാനങ്ങൾക്കാണ്. സംസ്ഥാനങ്ങളുടെ വിഹിതം നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിലനിർത്തുകയും അധിക ബാധ്യതയുടെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാനങ്ങളുടെ മേൽ കെട്ടിവെക്കുകയുമാണ്. സംസ്ഥാനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നതും ജനവിരുദ്ധവും തൊഴിലവകാശം നഷ്ടപ്പെടുത്തുന്നതുമായ പുതിയ നിയമത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലാണ് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഈ സാഹചര്യത്തിൽ ദാരിദ്ര്യ ലഘൂകരണത്തെ പിന്നോട്ടടിപ്പിക്കുന്നതും തൊഴിൽ നൽകൽ ചുമതല സംസ്ഥാനങ്ങളുടെ ബാധ്യതയാക്കുന്നതുമായ പുതിയ നിയമം പിൻവലിച്ച് 2005 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പുനഃസ്ഥാപിക്കണമെന്ന് നിയമസഭയിൽ മന്ത്രി MP രാജേഷ് പ്രമേയം അവതരിപ്പിക്കുകയാണ്. അല്പം മുൻപ് എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട പ്രമേയം മന്ത്രി V ശിവൻകുട്ടിയും അവതരിപ്പിച്ചു. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, വളരെ പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കരുതുന്ന പ്രമേയമാണ് സഭയിൽ അവതരിപ്പിച്ചത്. എന്താണ് ഈ പ്രമേയത്തിൽ പറയുന്നത്? രണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രമേയവും അതുപോലെ തന്നെ ചട്ടം 300 പ്രസ്താവനയുമാണ് ഇപ്പോൾ സഭയിൽ നടന്നത്. പ്രമേയം തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുന്നു, അതിലൂടെ സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം, സംസ്ഥാനത്തിന്റെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതാണ് സർക്കാർ പ്രമേയവുമായി ഇപ്പോൾ അവതരിപ്പിച്ചത്. സ്വാഭാവികമായും ഇത്തരം പ്രമേയങ്ങൾ, കേന്ദ്രത്തിൽ നിന്നുള്ള പ്രമേയങ്ങൾ ഏകണ്ഠമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ചിരുന്നു. സംസ്ഥാനത്തെ കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നു, സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നു, സംസ്ഥാനത്തോട് വകപോക്കൽ സമീപനം സ്വീകരിക്കുന്നു എന്ന വിമർശനം ഉൾക്കൊള്ളുന്ന ഒരു പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടി ഒരു പ്രമേയം സർക്കാർ അവതരിപ്പിക്കുന്നത്. അത് ഏകണ്ഠമായി സാധാരണ പാസ്സാക്കേണ്ടതാണ്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ എതിർപ്പില്ല എങ്കിലും പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ ഏകണ്ഠമായ പ്രമേയം പാസ്സാക്കാനായിരിക്കും ഇപ്പോൾ സാധ്യത. മുഖ്യമന്ത്രി ആ പ്രമേയം അവതരിപ്പിച്ചു. അതാണിപ്പോൾ തദ്ദേശ മന്ത്രി MP രാജേഷാണ് പ്രമേയം അവതരിപ്പിച്ചത്. അതാണിപ്പോൾ സഭയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട നടപടിക്രമം. നേരത്തെ ചട്ടം 300 അനുസരിച്ചാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയത്. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട വിവിധ സമുദായങ്ങൾക്ക് ആശങ്കയുണ്ട്. അത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന ഉറപ്പാണ് ഇതിലൂടെ നൽകുന്നത്. കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുള്ള പ്രസ്താവന കൂടിയാണ്. കാരണം ക്രൈസ്തവ സഭാ നേതൃത്വത്തിനടക്കം വലിയ അമർഷവും ആശങ്കയും സംസ്ഥാനത്തെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ആ സാഹചര്യത്തിലാണ് അത്തരമൊരു പ്രസ്താവന സഭയിൽ നടത്താൻ സർക്കാർ തയ്യാറായത്. ഇവിടെ നിന്ന് നേരിട്ട് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോയേക്കാം. 23-നാണ് ഇനി സഭ ചേരേണ്ടത്. ഇപ്പോൾ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇന്നത്തേക്ക് സഭ പിരിയുകയാണ്. 23-നാണ് കലണ്ടർ പ്രകാരം ചേരേണ്ടത്. ഒരുപക്ഷെ ആ സമയത്ത് ആകുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം 23-ഓ 24-ഓ തീയതികളിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ പാസ്സാക്കേണ്ടതും ഒരു ചട്ടപ്പടി നടപടിയായി മാറാൻ തന്നെയാണ് സാധ്യത. അത് പാസ്സാക്കി ഇപ്പോൾ സഭ 23 വരെ അവധിയിലേക്ക് പിരിയാൻ പോവുകയാണ്. ഏതായാലും പ്രതിപക്ഷം ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു. അതിശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം സഭയിൽ ഇപ്പോഴുമുണ്ട്. തൊഴിലുറപ്പ് നിയമത്തിൽ മന്ത്രി MP രാജേഷ് പറഞ്ഞ ഇപ്രകാരമാണ്. 40-45 ലക്ഷം കുടുംബാംഗങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായുള്ളത്. ഇത് അവർ വലിയ ആശങ്കയിലാണ്. കേന്ദ്ര പദ്ധതി നടപ്പാക്കുന്നതിനൊപ്പം അതിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ സംസ്ഥാനം നൽകുന്നുണ്ട്, കൂടുതൽ സാമ്പത്തിക വിഹിതം സംസ്ഥാനം നൽകുന്നുണ്ട്. തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാകുന്ന കുടുംബങ്ങൾക്ക് ഓണത്തിന് ഉത്സവബത്തയായി 1000 രൂപ സംസ്ഥാനം കൂട്ടി നൽകി. പുതിയ വ്യവസ്ഥ 3500 കോടി രൂപയുടെ അധിക ബാധ്യത സംസ്ഥാനത്തിനുണ്ടാക്കുന്നു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള, അല്ലെങ്കിൽ രൂപം മാറ്റാനുള്ള, ഘടന മാറ്റാനുള്ള കേന്ദ്ര നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് സംസ്ഥാന സർക്കാർ പ്രമേയത്തിലൂടെ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ മറ്റു നടപടിക്രമങ്ങളിലേക്ക് സഭ കടക്കുകയാണ്. അധികം വൈകാതെ സഭ ഇന്നത്തേക്ക് പിരിയും. ഇനി 23-ന് മാത്രമാണ് സഭാ സമ്മേളനം ചേരാൻ പോകുന്നത്. രണ്ട് മുന്നണികളിലെ പ്രധാനപ്പെട്ട ജാഥകൾ, ഇടതുമുന്നണിയുടെ മേഖലാ ജാഥ, വടക്കൻ മേഖലാ ജാഥ ആരംഭിച്ചു കഴിഞ്ഞു. തെക്കൻ മേഖലയും മധ്യമേഖലാ ജാഥകൾ നടക്കാനുണ്ട്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥ കാസർഗോഡ് നിന്ന് നാളെ ആരംഭിക്കാനിരിക്കുന്നു. പൂർണ്ണമായും ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനം കടക്കുന്നു. അതിനു മുമ്പുള്ള നിർണായകമായ നിയമസഭാ സമ്മേളനമാണ് ബജറ്റ് സമ്മേളനം. നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നു. കേന്ദ്ര ബജറ്റിനെതിരെ വലിയ വിമർശനങ്ങൾ രണ്ട് പക്ഷവും ഉന്നയിച്ചതാണ്. പക്ഷേ ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യാൻ കഴിയാത്ത ഒരു സഭയായത് മാറി. ഇപ്പോഴും പ്രതിപക്ഷത്തിന് ശക്തമായ പ്രതിഷേധം തുടരുന്നു. ഇനി 23-ന് മാത്രമാണ് സഭാ സമ്മേളനം ചേരാനുള്ളത്. ഏതായാലും
ഇപ്പോഴും പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ചട്ടപ്പടിയായി നടപടികൾ പൂർത്തിയാക്കി സഭ പിരിയാനുള്ള ശ്രമത്തിലാണ് സ്പീക്കറും ഭരണപക്ഷവും. ശരി, PV അരുണാണ് വിവരങ്ങൾ നൽകിയത്. സഭയിൽ പ്രതിഷേധം തുടരുന്നു. ചട്ടപ്പടി വേഗം നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ഇന്നത്തേക്കിപ്പോൾ സഭ പിരിയും. പിന്നീട് 23-നായിരിക്കും സഭ സമ്മേളിക്കുക. 15ാം നിയമസഭയുടെ ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ കാണുന്ന പൂർണ്ണരൂപത്തിൽ കാണുന്ന ഒരു സഭാ സമ്മേളനം ഇനി ഉണ്ടാവുമോ എന്നറിയില്ല. ഇനി അപ്പോൾ അടുത്ത 23-ന് സമ്മേളിക്കുമ്പോഴേക്കും ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമോ എന്നതാണ് ഇനി ഏവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്. എന്തായാലും ഇത്തവണത്തെ സമ്മേളനത്തിൽ പക്ഷേ കാര്യമായ ക്രിയാത്മകമായ യാതൊന്നും സംഭവിച്ചില്ല. പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലായിരുന്നു. ആ പ്രതിഷേധം ഇതാ ഇന്ന് വരെയും തുടരുകയാണ്, ഇപ്പോൾ വരെയും തുടരുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വരാം. കരസേനാ മുൻ മേധാവി ജനറൽ MM നരവനെയുടെ പുസ്തകത്തിലെ വെളിപ്പെടുത്തലും വ്യാപാര കരാറിലും ഇന്നും ലോക്സഭാ നടപടികളും പ്രക്ഷുബ്ധമാവാനാണ് സാധ്യത. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മറുപടി പറയും മുൻപേ ഇന്നലെ ലോക്സഭ പിരിഞ്ഞു. രാജ്യസഭയിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ മറുപടി നിശ്ചയിച്ചിട്ടുണ്ട്. സസ്പെൻഷനിലായ 8 MPമാർ പാർലമെന്റ് കവാടത്തിൽ ധർണ തുടരും. അതേസമയം കേന്ദ്രമന്ത്രി രവ്നീത് ബിട്ടുവിനെതിരായ രാഹുൽ ഗാന്ധിയുടെ ചതിയൻ പ്രയോഗം BJPയും രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഇപ്പോൾ നമ്മൾ നിയമസഭയിൽ എന്താണോ കാണുന്നത് അതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധമൊക്കെയാണ് ലോക്സഭയിലും കാണുന്നത്. പക്ഷേ പതിവില്ലാത്ത വിധം ഒരു പുസ്തകത്തെ ചൊല്ലി, ഒരു പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പുസ്തകത്തിലെ പരാമർശങ്ങളെ ചൊല്ലിയൊക്കെയാണ് ഈ തർക്കം എന്നതാണ്. പ്രധാനമന്ത്രി ലോക്സഭയിൽ ഒരുപക്ഷെ മറുപടി പറയാത്തൊരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത. കാരണം പ്രതിപക്ഷം കഴിഞ്ഞ 3 ദിവസമായി ഉന്നയിക്കുന്ന വിഷയം ഒന്ന്, MM നരവനെ, മുൻ കരസേനാ മേധാവി, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഗാൽവൻ സംഘർഷവുമായി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ, അതിൽ രാഹുൽ ഗാന്ധിക്ക് അക്കാര്യം പരാമർശിക്കുകയും പിന്നീട് രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കാൻ അനുവദിക്കാത്തതും, അതാണ് പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ തന്നെ അതായിരുന്നു ആവർത്തിച്ചെങ്കിൽ ഇന്നലെ രാഹുൽ ഗാന്ധി പുസ്തകവുമായി തന്നെ സഭയിലെത്തി. ആദ്യം ലോക്സഭയിൽ ആ പുസ്തകം ഉയർത്തിക്കാട്ടി. അതിനുശേഷം സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോട് അക്കാര്യം വിശദീകരിച്ചു. കാരണം സർക്കാർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രസിദ്ധീകരിക്കാത്ത പുസ്തകമെന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ കോപ്പിയുമായി എത്തിയാണ് രാഹുൽ ഗാന്ധി സർക്കാരിൻ്റെ വാദങ്ങളെ ഖണ്ഡിച്ചത്. അപ്പോൾ ഇന്ന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകും. മാത്രവുമല്ല, സർക്കാരാകട്ടെ, ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷത്തെ ഒട്ടും വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ്. കാരണം ഇന്നലെ പലതവണ സഭ തടസ്സപ്പെട്ടതാണ്. 2 മണിക്ക് സമ്മേളിച്ചപ്പോൾ BJP അംഗം നിഷികാന്ത് ദുബെ ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട പുസ്തകം, ഒപ്പം തന്നെ നെഹ്റുവുമായി ബന്ധപ്പെട്ട പുസ്തകമൊക്കെ തന്നെ സഭയിൽ കൊണ്ടുവരികയും അക്കാര്യം പരാമർശിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ വലിയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയി. തുടർന്ന് 5 മണിക്ക് സഭ സമ്മേളിച്ചപ്പോഴും പ്രധാനമന്ത്രി സംസാരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അത്തരം അറിയിപ്പാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിലേക്ക് കടക്കും മുമ്പ് തന്നെ സഭ പിരിയുകയായിരുന്നു. ഇന്ന് ഏതായാലും ലോക്സഭയിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് കോൺഗ്രസും പ്രതിപക്ഷവും അറിയിച്ചിട്ടുള്ളത്. രാവിലെ ഏതായാലും പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ സഭയിൽ ഇന്ന് സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യും. ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇന്ന് മറുപടി പറയില്ല. മറിച്ച് രാജ്യസഭയിലാണ് ഇന്ന് അദ്ദേഹം മറുപടി പറയും. നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുമെന്ന് അറിയിച്ചിട്ടുള്ളത്. വൈകിട്ടാണ് അവിടെ പ്രധാനമന്ത്രിയുടെ മറുപടി ഉണ്ടാവുകയും ചെയ്യുക. ഏതായാലും പല വിഷയങ്ങൾ ഈ സഭാ നാളുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധിയും കേന്ദ്രമന്ത്രി രവനീത് ബിട്ടുവും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ചതിയൻ എന്ന പ്രയോഗം രാഹുൽ ഗാന്ധി നടത്തി. അത് ഏതായാലും ഇപ്പോൾ BJP വലിയ ആയുധമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സിഖ് സമുദായത്തിൽ നിന്നുള്ളൊരു മന്ത്രിയാണ് ബിട്ടു. മുൻ കോൺഗ്രസ് നേതാവ് കൂടിയാണ്, മുൻ MP ആണ്. ഏതായാലും ബിട്ടുവിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രയോഗം അത് സിഖ് സമുദായത്തോട് പൊതുവെ ഗാന്ധി കുടുംബത്തിനുള്ള മനോഭാവമാണ് വ്യക്തമാക്കുന്നതെന്ന് 84-ലെ കലാപമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ BJP അത്തരമൊരു വാദം കൂടി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ശ്രീജ. രാകേഷ്, ഇതോടൊപ്പം മറ്റൊരു രാഷ്ട്രീയ വിഷയം കൂടി ഉയർന്നു വരുന്നത് ഇന്നലെ ഒരുപക്ഷെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സംഭവമാണ്. അത് ഈ കേന്ദ്രമന്ത്രി രവ്നീത് ബിട്ടുവിനെതിരായ രാഹുൽ ഗാന്ധിയുടെ ചതിയൻ എന്ന പ്രയോഗമാണ്. പക്ഷേ അത് ഏറ്റവും വേണ്ടപ്പെട്ടവർ പിരിഞ്ഞാൽ ഏറ്റവും വലിയ ശത്രുക്കളാകുമെന്ന് പറഞ്ഞതുപോലെ രാഹുൽ ബ്രിഗേഡിലെ തന്നെ ആളായിരുന്നു ബിട്ടു ഒരിക്കൽ. ആ ബിട്ടുവിനോട് സ്വാഭാവികമായി രാഹുലിന് അപ്രീതി ഉണ്ടാവുക അല്ലെങ്കിൽ പ്രശ്നമുണ്ടാവുക സ്വാഭാവികമാണ്. അത് ഇന്നലെ നമ്മൾ വ്യക്തമായി രാഹുലിൻ്റെ മുഖത്തടക്കം കണ്ടതുമാണ്. അത് ഒരു സിഖ് ഗാന്ധി കുടുംബവും സിഖ് വിഭാഗവും തമ്മിലുള്ളൊരു പ്രശ്നം എന്നതിലേക്കൊക്കെ എത്തിക്കുകയാണ് ഇപ്പോൾ BJP.
അതെ ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ രവനീത് ബിട്ടു രാഹുൽ ഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസിൽ സജീവമായ നേതാവാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്നു ബിയാൻ സിംഗ്. അദ്ദേഹം കൊല്ലപ്പെടുന്നത് ഖലിസ്ഥാൻ വാദികളുടെ ആക്രമണത്തിലാണ് 95-ൽ. അതിനുശേഷം അന്ന് ഏതാണ്ട് ബിട്ടുവിന് 20 വയസ്സാണ് പ്രായം. പിന്നീട് 2007-ലാണ് ബിട്ടു രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. 2009-ൽ അദ്ദേഹം പാർലമെന്റ് അംഗമാകുന്നു. അന്ന് പഞ്ചാബിലെ അനന്ത്പൂർ സാഹിബ് മണ്ഡലത്തിൽ നിന്നാണ് ആദ്യമായി ബിട്ടുവിനെ ലോക്സഭയിൽ എത്തിക്കുന്നത്. പിന്നീട് 2014-ലും 2019-ലും മോദി തരംഗം രാജ്യത്ത് ആകമാനം അരയടിച്ചപ്പോഴും പഞ്ചാബിൽ പ്രകടമായൊരു BJP തരംഗം ഉണ്ടായിരുന്നില്ല. പഞ്ചാബ് ഇപ്പോഴും BJPക്ക് ഒരു ബാലികേറ മലയായി നിൽക്കുന്ന സംസ്ഥാനമാണ്. അങ്ങനെ 2 തവണയും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചു. രാഹുൽ ഗാന്ധിയുടെ വിശ്വസനായി അറിയപ്പെടുന്ന ബിട്ടു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് BJPയിൽ ചേർന്നത്. പിന്നീട് അദ്ദേഹം പ്രതിനിധീകരിച്ച ലുധിയാനയിൽ അദ്ദേഹം മത്സരിച്ചെങ്കിൽ പോലും ഇപ്പോഴത്തെ PCC അധ്യക്ഷനായ അമരീന്ദർ സിംഗ് രാജ വാറിങ്ങിനോട് പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ അമരീന്ദർ വാറിങ് ഉൾപ്പെടെയുള്ളവർ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഉൾപ്പെടെയുള്ളവർ സസ്പെൻഷനിലാണ് നിലവിലുള്ളത്. ആ ഘട്ടത്തിലാണ് ബിട്ടു കടന്നു വരുന്നതും രാഹുൽ ഗാന്ധി ചതിയനായി തൻ്റെ മുൻ സുഹൃത്ത് കടന്നു വരുന്നു എന്ന പ്രയോഗം നടത്തിയതും തുടർന്ന് ഷെയ്ഖ് ഹാൻഡിന് ശ്രമിച്ചു. പക്ഷേ ബിട്ടു അതിന് തയ്യാറായില്ല. ഏതായാലും രാഹുൽ ഗാന്ധിക്ക് ആ പ്രയോഗമാണ് ഇപ്പോൾ ഏതായാലും വലിയ തോതിൽ ചർച്ചയാക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 84-ൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷമാണ്. സ്വന്തം അംഗരക്ഷകരാൽ കൊല്ലപ്പെടുന്നത് ഇന്ദിരാഗാന്ധി. അതിനുശേഷം ഡൽഹിയിലടക്കമുണ്ടായിട്ടുള്ള സിഖ് വിരുദ്ധ കലാപം നമുക്കറിയാവുന്നതാണ്. ആയിരങ്ങൾ പലായനം ചെയ്യേണ്ടി വന്നു. 100 ആളുകൾ കൊല്ലപ്പെട്ടു. അങ്ങനെ തെരഞ്ഞു പിടിച്ച ആക്രമണം നടന്നു. അതിപ്പോഴും കോൺഗ്രസിനെ പല ഘട്ടങ്ങളിലും വേട്ടയാടുന്നുണ്ട്. കാരണം ജഗദീഷ് ടൈറ്റ്ലർ അടക്കമുള്ള പേരുകൾ സമീപകാലത്തൊക്കെ തന്നെ ചർച്ചയായതുമാണ്. ഏതായാലും ആ വിഷയം വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ് ഇതോടുകൂടി BJP. ഇന്നലെ പല നേതാക്കളും അക്കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഗാന്ധി കുടുംബത്തിന് പ്രത്യേകിച്ച് സിഖ് സമുദായത്തോടുള്ള മനോഭാവമാണ് വ്യക്തമാക്കുന്നതെന്നാണ് അവർ ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെയും പല നേതാക്കളും പ്രതികരിച്ചു. ഒരു പ്രതിപക്ഷ നേതാവ് ഉപയോഗിക്കാൻ പാടില്ലാത്ത പ്രയോഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയെന്ന വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഏതായാലും BJP ഉയർത്തിക്കൊണ്ടു. രാകേഷ്, മറ്റൊരു കാര്യം, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇന്നലെ ഉച്ചവരെ സഭയെ പ്രക്ഷുബ്ധമാക്കിയത് അതായിരുന്നു. ഇപ്പോൾ പരസ്യ പ്രതിഷേധവുമായി കർഷകരടക്കം രംഗത്ത് വരികയാണ്. പ്രത്യേകിച്ച് പഞ്ചാബിലെ കർഷകർ, അവർ വളരെ വലിയ സംഘടിതമായൊരു ശക്തിയാണെന്ന് നമുക്കറിയാം. ആ രീതിയിൽ അവർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയൊക്കെ വസതികൾക്ക് മുന്നിൽ പ്രതിഷേധിക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ടല്ലോ. ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം, എന്താണ് ഈ കരാറിലുള്ളത് എന്ന പ്രഖ്യാപനം നടത്താത്ത സാഹചര്യത്തിൽ ഇത് എപ്പോൾ വരെ ഇങ്ങനൊരു പ്രതിഷേധത്തിന്റെ സാഹചര്യം ഉണ്ടാവില്ലേ? അതെ ശ്രീജ, ഇതുവരെ 2 ദിവസമായി അത്തരമൊരു പ്രഖ്യാപനം വന്നിട്ട് ആ പ്രഖ്യാപനം നമ്മൾ അറിഞ്ഞത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തോടു കൂടിയാണ്. പിന്നീട് അത് ശരിവെച്ചുകൊണ്ട് സ്ഥിരീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ രംഗത്ത് വന്നു. ഇന്നലെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിൽ പ്രസ്താവന നടത്തി. പക്ഷേ അപ്പോൾ പോലും ഈ കരാറിന്റെ ഉള്ളടക്കം എന്ത് എന്ന കാര്യം വിശദീകരിച്ചിട്ടില്ല. പകരം രാജ്യ താൽപ്പര്യം സംരക്ഷിക്കും, കർഷക താൽപ്പര്യം ഉറപ്പായും സംരക്ഷിക്കും എന്ന പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. എന്നാൽ ഡൊണാൾഡ് ട്രംപിന് പുറമെ US അഗ്രികൾച്ചർ സെക്രട്ടറി അടക്കമുള്ളവർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കാർഷിക വിപണി തുറന്നു നൽകിയിട്ടുണ്ട് ഇന്ത്യ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അത് കർഷകർക്ക് വലിയ ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏതായാലും പഞ്ചാബിലെ കർഷകർ ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ തന്നെ വസതികൾക്ക് മുന്നിൽ പ്രതിഷേധിക്കും എന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷേ സമര രീതി മാറിയേക്കാം. കാരണം നേരത്തെ പഞ്ചാബിൽ നിന്നുള്ള കർഷകരുടെ സമരം രാജ്യത്തെ പിടിച്ചുകുലുക്കിയതാണ്. അവർ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടാണ് അന്ന് സമരം നടത്തിയത്. അന്ന് കേന്ദ്രത്തിന് പിന്നീട് കാർഷിക നിയമങ്ങൾ തന്നെ പിൻവലിക്കേണ്ട സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോയിരുന്നു. അത് ഓർമ്മയിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇൻഡോ US വ്യാപാര കരാർ വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണവും. കാരണം 2025 ഫെബ്രുവരിയിൽ മോദിയുടെ US സന്ദർശനത്തിൽ അന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ടതാണ് ഇന്ത്യ US വ്യാപാര കരാർ. പക്ഷേ അന്ന് അമേരിക്ക ഏറ്റവും കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിച്ചു, നമുക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണെന്നൊക്കെ തന്നെ പുറമേക്കൊക്കെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ആ ചർച്ച വഴിമുട്ടിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് കാർഷിക വിപണി തുറന്നു നൽകണമെന്ന അമേരിക്കയുടെ ആവശ്യമായിരുന്നു. അന്ന് അതിനോട് അനുകൂല നിലപാട് ഇന്ത്യ സ്വീകരിച്ചില്ല. രാജ്യ താൽപ്പര്യം സംരക്ഷിക്കും, അതിനുശേഷമേ മറ്റെന്ത് കാര്യവുമുള്ളൂ എന്ന പ്രഖ്യാപനം അന്ന് ഇന്ത്യ നടത്തിയിരുന്നു. ഇപ്പോൾ ഏതായാലും ഈ കരാറിൻ്റെ ഉള്ളടക്കം വന്നിട്ടില്ല. പക്ഷേ അമേരിക്ക ആവർത്തിച്ച് പറയുന്നത് കാർഷിക മേഖലയിൽ ഇളവുണ്ട് എന്ന വാദം അമേരിക്കയുടെ ഭാഗത്തുണ്ടാവുമ്പോൾ സ്വാഭാവികമായും കർഷകർ ആശങ്കയിലാണ്. നേരത്തെ തന്നെ യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറിലൊക്കെ തന്നെ ആപ്പിളിന്റെ താരിഫ് കുറച്ചതിലൊക്കെ തന്നെ ഹിമാചലിലെ അടക്കം കർഷകർ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പഞ്ചാബിലെ കർഷകർ കൂടി പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. ശരി.
PR രാഗേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കൊല്ലം നെടുവത്തൂരിൽ ഇന്നലെ ഒരു വളരെ വിവാദമായൊരു വാർത്ത വന്നിരുന്നു. ചുരിദാർ ഇട്ടതിന്റെ പേരിൽ പ്രധാന അധ്യാപികയെ തടഞ്ഞ സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. സ്കൂളിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെതിരെയാണ് കേസ്. നെടുവത്തൂർ ഈശ്വരവിലാസം സ്കൂളിലായിരുന്നു സംഭവം. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമായിരുന്നു. പ്രധാന അധ്യാപികയെ ചുരിദാർ ഇട്ട് വന്നപ്പോൾ സ്കൂളിൽ കയറ്റില്ലെന്ന് സെക്യൂരിറ്റി പറഞ്ഞു എന്നും തുടർന്ന് അധ്യാപിക നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതും. എന്താണിപ്പോൾ കേസെടുത്തിരിക്കുന്നത്? എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടാണ്? തീർച്ചയായും ശ്രീജ, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. വലിയ വിവാദമുള്ള ഒരു സംഭവമായി മാറി എന്നുള്ളതാണ്. ഇതിൽ അധ്യാപികയുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കൊട്ടാരക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ഈ ഗേറ്റ് കീപ്പറായ ശങ്കറിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. BMS വകുപ്പുകൾ ചുമത്തിയാണ്. അതായത് 126ന്റെ 2, 79 എന്നീ വകുപ്പുകളാണ്. അതായത് തടഞ്ഞു വെക്കൽ, സ്ത്രീയെ പരസ്യമായിട്ട് അവമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്തതായിട്ടാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന വിവരം. സംഭവം വലിയൊരു വിവാദമായി മാറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സന്നദ്ധ പ്രവർത്തകർ, അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ അടക്കം പ്രതിഷേധവുമായിട്ട് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ശങ്കരനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതായിട്ടാണ് അറിയുന്നത്. ശ്രീജ, ശരി. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ സിന്ധു എസ് നായർ സ്കൂളിലെ പ്രധാന അധ്യാപികയുടെ പരാതിയിൽ അവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെതിരെയാണ് കേസെടുത്തത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് മരിച്ചിട്ടും ചിലർ അദ്ദേഹത്തെ വേട്ടയാടുകയാണെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ്. ഗ്രൂപ്പിന് പിന്നാലെ EDയോ CBIയോ ഇല്ല. തങ്ങളുടെ പക്കൽ കള്ളപ്പണവുമില്ല. നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടാവില്ല. റോയുടെ മരണം ഒരു തരത്തിലും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും TA ജോസഫ് പറഞ്ഞു. അതിനിടെ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസ് കേരളത്തിലേക്ക് വരികയാണ് എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഇന്നലെ തന്നെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. ആ വാർത്താക്കുറിപ്പിൽ തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ലെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവർ വേട്ടയാടുകയാണ് എന്നൊരു, റോയെ മരണത്തിന് ശേഷവും വേട്ടയാടുകയാണെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് ആരോപണം ഉന്നയിക്കാനുള്ള സാഹചര്യം എന്താണ്? ഈ അന്വേഷണത്തിന്റെ എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്? ശ്രീജ, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം അത് രൂപീകരിക്കപ്പെടുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ അവർ കൊച്ചിയിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. കാരണം ബംഗളൂരുവിലും അതോടൊപ്പം തന്നെ കൊച്ചിയിലുമാണ് പ്രധാനപ്പെട്ട ഓഫീസുകൾ ഉള്ളത്. അപ്പോൾ കൊച്ചിയിലെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ആദ്യഘട്ട അന്വേഷണം ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് പിന്നീട് ബംഗളൂരു ഓഫീസിലേക്ക് എത്തുകയും പിന്നീട് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ കൊച്ചിയിലെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പിന്റെ ഒരു സമ്മർദ്ദം അതിന് അടിപ്പെട്ടുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു ആത്മഹത്യയിലേക്ക് CJ റോയ് എത്തിച്ചേർന്നത് എന്ന ഒരു ആക്ഷേപമാണ് കുടുംബവും അതോടൊപ്പം തന്നെ സ്ഥാപനവും ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിന് എന്തായിരുന്നു കാരണം? ആ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്നതടക്കം പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദമായ ഒരു മൊഴി എടുക്കേണ്ട ഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കൊച്ചിയിലെ ഓഫീസിലേക്ക് വരുമ്പോഴേക്കും അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം കൊച്ചിയിലെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഇപ്പോഴുള്ള ഒരു അനുമാനം എന്ന് പറയുന്നത് ആദായ നികുതി വകുപ്പിൽ നിന്ന് വലിയ രീതിയിലൊരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന നിഗമനത്തിലേക്ക് എല്ലാം തന്നെ അന്വേഷണ സംഘം വരുന്നുണ്ട്. കാരണം അവരിൽ നിന്ന് ലഭിച്ച മൊഴിയും മറ്റു സാഹചര്യങ്ങളും എല്ലാം ആ രീതിയിലേക്കുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇതിലുള്ള ഒരു നിക്ഷേപകരെ സംബന്ധിയായ കാര്യങ്ങളിൽ ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. കാരണം ഈ നിക്ഷേപകർക്ക് പണം നൽകേണ്ട രീതിയിലേക്ക് ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. CJ റോയ് അത്തരം കാര്യങ്ങളിലേക്ക് ഒരു സമ്മർദ്ദത്തിലേക്ക് അദ്ദേഹം അടിപ്പെട്ടിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം അത്തരം ചില സൂചനകൾ വരുന്നു. ആരൊക്കെയായിരുന്നു നിക്ഷേപകർ? ഈ നിക്ഷേപകർക്ക് അവരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ അന്വേഷണം പോകുന്നു. അത്തരം ഒരു മാനസിക സംഘർഷത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മറ്റൊന്ന്, കോൺഫിഡന്റ് ഗ്രൂപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ MD നടത്തിയിട്ടുള്ള അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിക്ഷേപകർക്ക് യാതൊരു രീതിയിലുള്ള സമ്മർദ്ദവും വേണ്ട, അത്തരമൊരു പ്രതിസന്ധിയിലൂടെ കമ്പനി കടന്നു പോകുന്നില്ല, അവർക്ക് ധൈര്യം നൽകിക്കൊണ്ടുള്ള ജീവനക്കാർക്കും
നിക്ഷേപകർക്കും ധൈര്യം പകർന്നുകൊണ്ടാണ് ജോസഫ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒപ്പം തന്നെയും അദ്ദേഹം പറയുന്നത് പല രീതിയിലുള്ള കാര്യങ്ങളും പുറത്ത് പ്രചരിക്കുന്നുണ്ട്. ചില സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപരമായ കമ്പനിയെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില വാർത്തകളും എല്ലാം തന്നെ പ്രചരിക്കുന്നു. ഇതെല്ലാം തന്നെ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ്. യാതൊരു രീതിയിലും അടിസ്ഥാനങ്ങളൊന്നും തന്നെയില്ല. കമ്പനിയെക്കുറിച്ച് ഒന്നും തന്നെ അറിയാത്ത ചിലർ ഇത്തരം ഈ സമൂഹ മാധ്യമങ്ങളിൽ ചില പ്രചാരണങ്ങൾ നടത്തുന്നു. ഇതിലൊന്നും ആരും വിശ്വസിക്കരുത്. കോൺഫറൻസ് ഗ്രൂപ്പിലുള്ള നിക്ഷേപകരും അതോടൊപ്പം തന്നെ അതിന്റെ ഉപഭോക്താക്കളും എല്ലാം തന്നെയും സുരക്ഷിതരാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അന്വേഷണം മുന്നോട്ട് പോവുകയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ശ്രീജ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ. മാവേലിക്കരയിൽ മദ്യലഹരിയിൽ പോലീസിന്റെ യാത്ര. മാന്നാർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് അപകടകരമായി വാഹനം ഓടിച്ചത്. കായംകുളം ചെട്ടികുളങ്ങര റോഡിലായിരുന്നു ഈ അപകടയാത്ര. വിഷയത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചെങ്ങന്നൂർ ഡിവൈഎസ്പിയോട് റിപ്പോർട്ട് തേടി ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, സാധാരണ പോലീസാണ് ഇതൊക്കെ പിടിക്കേണ്ടത്. ഇതിപ്പോൾ പോലീസിനെ പിടിക്കാൻ ആരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ റിപ്പോർട്ട് തേടി എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെ രാത്രിയാണ് മാവേലിക്കര ചെട്ടികുളങ്ങര റോഡിൽ വെച്ച് മാന്നാർ പോലീസ് സ്റ്റേഷനിലെ വാഹനം അലക്ഷ്യമായ രീതിയിൽ സഞ്ചരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഈ വാഹനത്തിന്റെ പോക്ക് അപകടകരമായ രീതിയിലായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ചത് പോലീസ് വാഹനമായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ വാഹനത്തെ പിന്തുടർന്നു. തുടർന്ന് ഈ വാഹനം ഒരു ഭാഗത്തേക്ക് ഒതുക്കുകയും അതിനകത്തുണ്ടായിരുന്ന യൂണിഫോം ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് നടത്തിയ ശേഷം വാഹനത്തിൽ കുഴഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. തൊട്ടടുത്തെത്തിയപ്പോൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഈ മാന്നാർ SHOയെ കായംകുളത്ത് വീട്ടിലാക്കിയ ശേഷം മടങ്ങിപ്പോയ വാഹനമാണ് ഈ രീതിയിൽ പോയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ മാന്നാർ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കും കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഇത് മദ്യലഹരിയിലാണ് എന്നുള്ള വിവരം നാട്ടുകാർ പങ്കുവച്ചിട്ടും പോലീസ് ഇയാളെ മറ്റ് മെഡിക്കൽ പരിശോധനകൾക്കോ കാര്യങ്ങൾക്കോ കൊണ്ടുപോകാതെ വാഹനം മാറ്റുകയായിരുന്നു എന്നുള്ളതും ഉള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ചെങ്ങന്നൂർ ഡിവൈഎസ്പി വിനുകുമാറിനോടാണ് ഈ വിഷയത്തിനകത്ത് റിപ്പോർട്ട് നൽകാനായി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്ത് അടക്കം പോലീസ് ഉദ്യോഗസ്ഥർ വാഹനത്തിലിരുന്ന് മദ്യപിച്ച വിഷയമടക്കം കഴിഞ്ഞ ദിവസങ്ങൾ വലിയ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെയാണ് ഏറ്റവും അപകടകരമായ രീതിയിൽ മാവേലിക്കര ചെട്ടികുളങ്ങര റോഡിൽ ഇത്തരത്തിൽ മാന്നാർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ വാഹനം ഓടിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇയാളോടൊപ്പം SHOയും വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. SHOയെ വീട്ടിൽ ഇറക്കിയ ശേഷമാണ് തിരികെ പോകുന്ന വാഹനത്തിന്റെ സാഹചര്യമാണിത്. അതുകൊണ്ട് തന്നെ ഈ മദ്യലഹരിയിലായിരുന്നു എന്നുള്ള വിവരം SHO ഉൾപ്പെടെയുള്ള ആളുകൾ അറിഞ്ഞിട്ടുണ്ട്. ഇവർ എവിടെ നിന്ന് വന്നു എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയർന്നു നിൽക്കുന്നു. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി വാർത്ത വളരെ വിശദമായി വിശകലനം ചെയ്യുന്ന സമയമാണ്. ന്യൂസ് 10 TG സജിത് ചേരും ഇടവേളയ്ക്ക് ശേഷം.